മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാന്റെ 3-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, Third letter of Saint John, chapter 1, verse 6. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും എന്ന് നമ്മൾ വായിക്കുകയാണ്. ഒരു ബിഷപ്പ് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കപ്പൽ പ്രകൃതിക്ഷോഭത്തിൽ നിയന്ത്രണം വിട്ട് ഒരു ദ്വീപിൽ ചെന്നു ചേർന്നു. ആ ദ്വീപിൽ പ്രവേശിച്ച ബിഷപ്പ് അമ്പരന്ന് പോയി. കാരണം അവിടെ ആകെ 3 പേര് മാത്രം, അതും 3 മുക്കുവർ. അവരുടെ പ്രാർത്ഥനയും വിചിത്രമായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ബാവാപുത്രൻ റൂഹായി, നിങ്ങൾ 3 പേർ, ഞങ്ങളും 3 പേര്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥനയുടെ അർത്ഥശൂന്യത മനസ്സിലാക്കിയ ബിഷപ്പ് അവരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. മുക്കുവർക്കും സന്തോഷമായി. അവർ നന്ദി പറഞ്ഞ് പിരിഞ്ഞു. ബിഷപ്പും സഹയാത്രികരും പിന്നീട് റോമിലേക്ക് പോയി. 1 മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അതിശീഘ്രം 3 തോണികൾ തങ്ങളുടെ കപ്പലിനെ സമീപിക്കുന്ന കപ്പിത്താൻ കണ്ടു. അയാൾ ഭയപ്പെട്ട് മറ്റുള്ളവരെ വിവരം അറിയിച്ചു. ബിഷപ്പ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പഴയ മുക്കൂരാണെന്ന് മനസ്സിലായി. മുക്കൂർ ബിഷപ്പിന്റെ പാദത്തിൽ വീണ് കിതച്ചുകൊണ്ട് അപേക്ഷിച്ചു: പിതാവേ, അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ മറന്നുപോയി. സ്വർഗസ്ഥനായ ആഹാരം തരണമേ ദൈവമേ. ഇത് കഴിഞ്ഞ് ബാക്കി ഓർക്കുന്നില്ല. ബിഷപ്പ് തളർന്നിരുന്നു പോയി. അദ്ദേഹം അവരോട് പറഞ്ഞു: മക്കളെ, നിങ്ങൾ പുതിയ പ്രാർത്ഥനയൊന്നും പഠിക്കണ്ട, ആ പഴയ പ്രാർത്ഥന തന്നെ ചൊല്ലിയാൽ മതി. ബാവാപുത്രൻ റൂഹായെ, നിങ്ങൾ 3 പേർ, ഞങ്ങളും 3 പേർ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പഴയ പ്രാർത്ഥന വീണ്ടും ചൊല്ലിക്കൊള്ളുവാൻ ബിഷപ്പ് അധികാരം നൽകിയപ്പോൾ മുക്കുവർ സന്തോഷത്തോടെ തങ്ങളുടെ വള്ളത്തിൽ കയറി ദ്വീപിലേക്ക് തിരിച്ചു. അതെ, ദൈവത്തിന്റെ നാമത്തെ പ്രതിയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആ കർത്താവിലായിരിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.